Good morning. Plus 2 Mathematics class lekku ella kuttikalkkum swagatham. Chapter 13 Probability. This is part 3. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 13.2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് ഓർത്തെടുക്കുവാണ്. പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. എ ഇൻറ്റർസെക്ഷൻ ബിനെ എ ബി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ. 3 ഇവൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ബൈ എ ബി. 2 events A and B are said to be independent if probability of A intersection B is equal to P of A into P of B. If A and B are independent, then A and B dash are independent, A dash and B are independent, A dash and B dash are independent. So when A and B are independent, probability of A B dash is equal to P of A into P of B dash. Probability of A dash B is equal to P of A dash into P of B. Probability of A dash B dash is equal to P of A dash into P of B dash. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ച ചില ഇക്വേഷൻസും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് നന്നായിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. ഇഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റ്, that is A and B are mutually exclusive, then probability of A union B equal to P of A plus P of B. Probability of A complement is 1 minus P of A. Probability of not A and not B, not A means A complement, equal to probability of A complement intersection B complement, that is probability of A union B whole complement. A complement intersection B complement is A union B whole complement, De Morgan's law. So probability is equal to 1 minus probability of A union B. Now probability of A minus B is equal to P of A minus P of A intersection B. ഇനി നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. First one, if probability of A is equal to 3 by 5 and probability of B is equal to 1 by 5, find probability of A intersection B if A and B are independent events. If A and B are independents, what is probability of A intersection B? Probability of A intersection B is equal to P of A into P of B. That is equal to 3 by 5 into 1 by 5. That is equal to 3 by 25. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. P of A into P of B. Since A and B are independent, probability of A intersection B is P of A into P of B. 3 by 5 into 1 by 5, which is equal to 3 by 25. ഇനി നമ്മൾ കാർഡ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. 52 പ്ലേയിങ് കാർഡ്സിനെ 4 സ്യൂട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പേഡ്, ഹേർട്സ്, ഡയമണ്ട്സ്, ക്ലബ്. ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കാർഡ്സ് പ്രോബ്ലം എല്ലാം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 2 സ്യൂട്ട്സ് ബ്ലാക്ക് ആണ്. ഓക്കെ, സോ ദർ ആർ 26 ബ്ലാക്ക് കാർഡ്സ്. 2 സ്യൂട്ട് റെഡ് ആണ്. സോ ദർ ആർ 26 റെഡ് കാർഡ്സ്. ഇനി ഒരു സ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്പേഡാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 13 കാർഡ്സ് ആണ് ഇരിക്കുന്നത്. 2, 3, 4, 5, 6, 6, 10 നമ്പർ കാർഡ്സ് ആണ്. പിന്നെ വരുന്നത് ആസ് എ ആസ് കിങ്, ക്വീൻ, ജാക്ക് 3 ഫേസ് കാർഡ്സ് ആണ്. ഒരു സ്യൂട്ടിൻ്റെ അകത്ത് 3 ഫേസ് കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡെക്കിൻ്റെ അകത്ത് 12 ഫേസ് കാർഡ്സ് ഉണ്ടാകും. ദർ ആർ ടോട്ടൽ 12 ഫേസ് കാർഡ്സ്, 4 ആസ് കാർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡെക്കിനെ കുറിച്ച്, 52 കാർഡ്സിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഒന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് നിറഞ്ഞ സ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 13 കാർഡ്സ് ഉണ്ട്. ആസ് 2, 3, 4, 5 എക്സ്ട്രാ 10, ജാക്ക്, ക്വീൻ, കിങ്. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കണം. 2 cards are drawn at random and without replacement from a pack of 52 playing cards. ഇപ്പോൾ വിതൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, നമ്മുടെ അടുത്ത കാർഡ് തിരിച്ചു വെക്കുന്നില്ല. Find the probability that both cards are black. We have to find the probability that both cards are black. Let E first card drawn as black and F second card drawn as black. We have to find probability of E intersection F.
By multiplication theorem of probability, probability of E intersection F is probability of E into probability of F by E. ഇവിടെ E എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ E വരുന്നതാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. Probability of E intersection F is P of E into P of F by E. Now, probability of E is equal to probability of getting a black card. There are total 26 black cards, 26 red cards. Total number of cards is 52. Probability of any event is equal to n of E divided by n of S. n of E is equal to 26, n of S is equal to 52. So, probability of getting black card is 26 divided by 52. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ആ ബ്ലാക്ക് കാർഡ് എടുത്തിട്ട് മാറ്റി വെക്കും. പ്രോബ്ലം ഇസ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. ബ്ലാക്ക് കാർഡ് എടുത്തത് മാറ്റി വെച്ചു. അപ്പം നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് എന്തായിട്ട് മാറും? 25 ആയിട്ട് മാറും. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് 51 ആയിട്ട് മാറും. Probability of F by E. F is second card is black, E is first card is black. So probability of F by E is the probability of getting a black card in the second row given that the first card is black. Okay, ആദ്യത്തെ കാർഡിൽ ബ്ലാക്ക് കിട്ടി, അത് നമ്മൾ മാറ്റി വെച്ചു. വിതൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, ആ കാർഡിനെ നമ്മൾ അങ്ങ് മാറ്റി വെച്ചു. Now there are 25 black cards. Total number of cards is 51. So probability is equal to 25 divided by 51. So probability of E intersection F is equal to P of E into P of F by E. P of E is 26 by 52. P of F by E is 25 by 51. Okay, ഇവിടെ 26 cancel ചെയ്ത് പോകും. 1/2 എന്ന് കിട്ടും. 1/2 into 25 by 51 which is equal to 25 divided by 102. ഇനി നമ്മൾ ഓറഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. A box of oranges is inspected by examining 3 randomly selected oranges drawn without replacement. If all the 3 oranges are good, the box is approved for sale. Otherwise, it is rejected. Find the probability that a box containing 15 oranges out of 12 are good and 3 are bad ones will be approved for sale. നമ്മുടെ ബോക്സിൻ്റെ അകത്ത് 15 ഓറഞ്ചസ് ഉണ്ട്. ദ ബോക്സ് ഇസ് അപ്രൂവ്ഡ് ഫോർ സെയിൽ ഇഫ് ദ റാൻഡംലി സെലക്റ്റഡ് 3 ഓറഞ്ചസ് ആർ ഗുഡ്. നമ്മൾ 3 ഓറഞ്ചസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. 15 ഓറഞ്ചസ് ആണ് അതിലുള്ളത്. 3 ഓറഞ്ചസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. 3 ഓറഞ്ചസും ഗുഡാണെങ്കിൽ ആ ബോക്സിനെ നമ്മൾ സെയിലിലേക്ക് അയക്കും. 15 ഓറഞ്ചസിൽ 12 ഓറഞ്ചസ് ഗുഡ് ഓറഞ്ചസ് ആണ്, 3 ബാഡ് ഓറഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഓറഞ്ചസ് ഗുഡ്, സെക്കൻഡ് ഓറഞ്ചസ് ഗുഡ് ആൻഡ് തേർഡ് ഓറഞ്ചസ് ഗുഡ്. പ്രോബിലിറ്റി ഓഫ് G. Okay, let G selecting a good orange. Total number of oranges 15, number of good oranges 12. Now, by multiplication theorem, probability of G is equal to P of G into P of G by G into P of G by GG. ആദ്യത്തെ ഓറഞ്ച് ഗുഡ് ഓറഞ്ച് ആവേണ്ട പ്രോബിലിറ്റി, രണ്ടാമത്തെ ഓറഞ്ച് ഗുഡ് ആവണം given that first orange is good. Probability of third orange is good given that first 2 oranges are good. Now, probability of first orange is good. Probability of G, that is probability of selecting a good oranges. There are total 15 oranges, out of which 12 are good oranges. Probability of any event is n of E by n of S. So, probability of G is equal to 12 by 15. 12 by 15. Now, probability of G by G, that is probability of selecting a good orange in the second row given that a good orange was selected in the first row. ആദ്യത്തെ ഓറഞ്ച് ഗുഡായിരുന്നു, രണ്ടാമത്തെ ഓറഞ്ച് ഗുഡ് ആവേണ്ട പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓറഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് 12 ഗുഡ് 3 ബാഡ്, ടോട്ടൽ 15 ആയിരുന്നു. ഇതിൽ നിന്നും ഒരു ഗുഡ് ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ അകത്ത് ഗുഡ് ഓറഞ്ചസ് 11, ബാഡ് ഓറഞ്ചസ് 3, total number of oranges 14. So, probability of G by G, probability of good orange given that first orange is good orange is 11 by 14. Number of good oranges divided by total number of oranges 11 by 14.
ആദ്യം ഒരു ഗുഡ് ഓറഞ്ച് എടുത്ത് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് നമ്പർ ഓഫ് ഗുഡ് ഓറഞ്ച് ഒന്ന് കുറയുന്നത്. നമ്പർ ഓഫ് ഗുഡ് ഓറഞ്ച് ഒന്ന് കുറയും, അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസും ഒന്ന് കുറയും. സോ പ്രോബബിലിറ്റി ഓഫ് G by G is equal to 11/14. ഇനി നമ്മൾ നോക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് തേർഡ് ഓറഞ്ച് ഇസ് ഗുഡ് ഗിവൻ ദാറ്റ് ഫസ്റ്റ് 2 ഓറഞ്ചസ് ആർ ഗുഡ്. ആദ്യം എടുത്ത 2 ഓറഞ്ചസും ഗുഡാണ്, മൂന്നാമത്തെ ഓറഞ്ച് ഗുഡ് ആവേണ്ട പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗുഡ് ഓറഞ്ചും എടുത്ത് മാറ്റി വെച്ചു. നൗ ടോട്ടൽ നമ്പർ ഓഫ് ഗുഡ് ഓറഞ്ചസ് 10, ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് ഇസ് 13. സോ പ്രോബബിലിറ്റി ഓഫ് G by Gg is equal to 10/13. സോ പ്രോബബിലിറ്റി ഓഫ് Gg 3 ഓറഞ്ചസും ഗുഡ് ആവേണ്ട പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് P of G, P of G by G, P of G by Gg. 12/15, 11/14, 10/13. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ആൻസർ ഇസ് 44 divided by 91. A fair coin and an unbiased die are tossed. Let A be the event, head appears on the coin. Okay, A be the event, head appears on the coin, and B be the event, 3 on the die. B be the event, 3 on the die. Check whether A and B are independent events or not. ഇപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് എന്താ? ഫെയർ കോയിൻ ആൻഡ് അൺബയാസ്ഡ് ഡൈ ആർ ടോസ്ഡ്. ഒരു കോയിനും ഒരു ഡൈയും ഒന്നിച്ചെറിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? കോയിൻ്റെ അകത്ത് ടെയിൽ ആൻഡ് ഹെഡ്. ഓക്കെ, ഹെഡ് ആൻഡ് ടെയിലാണ് കോയിൻ്റെ അകത്ത് കിട്ടുന്നത്. ഡൈസിൻ്റെ അകത്ത് 1 2 3 4 5 6. ഇപ്പോൾ ഒരു കോയിനും ഒരു ഡൈയും എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് H1 H2 എക്സെട്ര H6, T1 T2 എക്സെട്ര T6. A coin and an unbiased die are tossed. So sample spaces H1, H2, H3, H4, H5, H6, T1, T2, T3, T4, T5, T6. Now A, head appears on the coin. Coinil head വരണം. അപ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? H1, H2, H3, H4, H5, H6. B, 3 on the die. ഡൈയിൻ്റെ അകത്ത് 3 വരണം. ഏതൊക്കെ ഔട്ട്കംസാ? H3, T3. 2 ഔട്ട്കംസ് മാത്രമേ ഉള്ളൂ. ഡൈയിൻ്റെ മുകളിൽ 3 വരണം. സോ H3, T3. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എ ആൻഡ് ബി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ്. ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ് ആവാനുള്ള കണ്ടീഷൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി ഇസ് H3. സെറ്റ് H3. P of A, probability of A is number of elements in A divided by total number of elements in S. That is 6 divided by 12, 1/2. Probability of B, N of B divided by N of S, 2/12, 1/6. Now probability of A intersection B, N of A intersection B divided by N of S, 1 divided by 12. Now P of A into P of B is equal to 1/2 into 1/6, which is equal to 1/12. That's equal to P of A intersection B. So A and B are independent events. A die marked 1 2 3 in red and 4 5 6 in green is tossed. ഡൈൻ്റെ അകത്ത് 2 കളർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ റെഡും ബ്ലൂ ആണ് ഇതിലിരിക്കുന്നത്. എനിക്ക് ഈ ഇമേജ് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത് വെച്ചത്. നമ്മൾ പ്രോബ്ലത്തിലിരിക്കുന്നത് റെഡും ഗ്രീനും ആണ്. 1 2 3 in red, 4 5 6 in green. Let A be the event, the number is even, and B be the event, the number is red. Are A and B independent? A die is thrown, so sample space S is equal to 1 2 3 4 5 6. ഇവിടെ 1 2 3 ഇരിക്കുന്നത് റെഡിലും 4 5 6 ഇരിക്കുന്നത് ഗ്രീനിലുമാണ്. A, the number is even. Even numbers ഏതൊക്കെയാ? 2 4 6. B, the number is red. Red കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 1 2 3. So B is equal to set 1 2 3. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആകുന്നുണ്ടോ എന്നാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി ഇസ് സെറ്റ് 2. Now we have to find P of A, P of B, P of A intersection B. P of A is number of elements in A divided by number of elements in S, that is 3/6, 1/2. P of B, N of B by N of S, 3/6 equal to 1/2. P of A intersection B, N of A intersection B divided by N of S, that is 1/6. P of A intersection B is 1/6. Now P of A into P of B, that is 1/2 into 1/2, which is 1/4, which is not equal to 1/6.
So P of A into P of B is not equal to P of A intersection B. So A and B are not independent. Let E and F be events with P of E equal to 3 by 5, P of F equal to 3 by 10 and P of E intersection F is 1 by 5. Are E and F independent? എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇയും എഫ് ഇൻഡിപെൻഡൻ്റ് ആണോ. E and F are said to be independent if probability of E intersection F is equal to P of E into P of F. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? P of E into P of F കണ്ടുപിടിക്കണം. P of E into P of F is equal to 3 by 5 into 3 by 10. That is 9 by 50. 3 into 3, 9. 5 into 10, 50. 9 by 50 is not equal to 1 by 5. So P of E into P of F is not equal to P of E intersection F. So E and F are not independent. Seventh one, given that the events A and B are such that P of A is equal to 1 by 2, P of A union B is equal to 3 by 5 and P of B is equal to P. Find P if they are, first one mutually exclusive, second one independent. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോബ്ലം ആണ്. P of A, P of A union B തന്നിട്ടുണ്ട്. P of B യുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ A and B are mutually exclusive. If A and B are mutually exclusive, A intersection B is equal to null set and probability of A union B is P of A plus P of B. If A and B are independent, P of A intersection B is equal to P of A into P of B. ആ രണ്ടിൻ്റെയും വ്യത്യസ്തമായ കണ്ടീഷൻസ് ആണ്. ആ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. A and B are mutually exclusive. A intersection B is null set. So probability of A union B is P of A plus P of B. Probability of A union B 3 by 5. P of A is 1 by 2. P of B is P. ആ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 by 5, 1 by 2 P. So P is equal to 3 by 5 minus 1 by 2. ഈ 1 by 2 ഇങ്ങോട്ടേക്ക് എടുക്കണം. 3 by 5 minus 1 by 2, that is 6 minus 5 divided by 10, 1 by 10. So first answer P is equal to 1 by 10. Second one, A and B are independent. So P of A intersection B is equal to P of A into P of B. Now probability of A union B is P of A plus P of B minus P of A intersection B. ഈ P of A intersection B ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം? P of A into P of B എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P of A union B 3 by 5, P of A 1 by 2, P of B P minus P of A is 1 by 2, P of B is P. So P minus P by 2, P minus P by 2 is P by 2. ഈ 1 by 2നെ ഇങ്ങോട്ടേക്ക് എടുക്കണം. 3 by 5 minus 1 by 2 equal to P minus P by 2, that is P by 2. Now 3 by 5 minus 1 by 2 is 6 minus 5 divided by 10. ഇനി 2നെയും കൂടി ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ P is equal to 2 into 6 minus 5 by 10. That is 2 into 1 by 10 which is equal to 1 by 5. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പിയുടെ ആൻസർ 1 by 5. Let A and B be independent events with P of A equal to 0.3, P of B equal to 0.4. Find probability of A intersection B, probability of A union B, probability of A by B, probability of B by A. P of A, P of B തന്നിട്ടുണ്ട്, independent ആണ് തന്നിട്ടുണ്ട്. So what is P of A intersection B? P of A intersection B is equal to P of A into P of B. First one, P of A intersection B is P of A into P of B. P of A is 0.3, P of B is 0.4, 3 into 4 is 12. So 0.12. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരും. So 0.12. ഇവിടെ ഇപ്പോൾ നമുക്ക് P of A intersection B കിട്ടി 0.12. ഇനി നമുക്ക് probability of A union B കണ്ടുപിടിക്കാം. Probability of A union B is P of A plus P of B minus P of A intersection B. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ. 0.3 plus 0.4 minus 0.12. 0.3 plus 0.4 is 0.7. 0.7 minus 0.12 is 0.58. Now third one, probability of A by B. That is probability of A intersection B divided by P of B. P of A intersection B is 0.12 divided by 0.4. So 12 divided by 40 which is equal to 0.3. Probability of B by A, that is probability of A intersection B divided by P of A. That is 0.12 divided by 0.3, 12 by 30 which is equal to 0.4.
if A and B are two events such that P of A is equal to 1 by 4, P of B equal to 1 by 2 and P of A intersection B is 1 by 8. Find P of not A and not B. Not A means A complement, not B is B complement. And വരുമ്പോൾ intersection ആണ്. Probability of A complement intersection B complement. ഈ പ്രോബ്ലം നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഇവിടെ പി ഓഫ് എ 1 by 4, പി ഓഫ് ബി 1 by 2, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 1 by 8. 1 by 4 into 1 by 2, 1 by 8 ആണ്. പി ഓഫ് എ into പി ഓഫ് ബി equal to P of A intersection B. So A and B are independent events. If A and B are independent, then A dash and B dash are independent. ആ conditions ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. So probability of not A and not B is probability of A dash intersection B dash. Since A and B are independent, A dash and B dash are independent. So probability of A dash intersection B dash is probability of A dash into probability of B dash. Probability of A dash is 1 minus P of A. Probability of B dash 1 minus P of B. 1 minus 1 by 4 is 3 by 4. 1 minus 1 by 2 is 1 by 2. So 3 by 4 into 1 by 2 is 3 by 8. വേറൊരു രീതിയിൽ ചെയ്യാച്ചാൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം. A dash intersection B dash is A union B whole complement. Probability of A dash intersection B dash is probability of A union B whole complement. Probability of A union B whole complement is 1 minus P of A union B. ഇപ്പോൾ നമ്മൾ ആദ്യം P of A union B കണ്ടുപിടിക്കണം. P of A union B is equal to P of A plus P of B minus P of A intersection B. That is 1 by 4 plus 1 by 2 minus 1 by 8 which is equal to 5 by 8. So probability of not A and not B is 1 minus P of A union B, that is 1 minus 5 by 8 which is 8 minus 5 by 8 which is equal to 3 by 8. ഈ രണ്ടിൽ ഏതും ഒരു മെത്തേഡ് നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. Not A and not B, that is A complement intersection B complement. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അവിടെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡും ഉപയോഗിച്ചിരിക്കുന്നത്. എയും ബിയും ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. Events A and B are such that P of A is equal to 1 by 2, P of B equal to 7 by 12 and P of not A or not B equal to 1 by 4. State whether A and B are independent. P of A 1 by 2, P of B 7 by 12. Not A is A complement or is union, not B is B complement. Probability of A complement union B complement is 1 by 4. നമ്മളൊരു ചോദ്യം ആൻസർ ചെയ്യുന്ന സമയത്ത് അവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എഴുതി വെക്കണം. പി ഓഫ് എ പി ഓഫ് ബി തന്നിട്ടുണ്ട്, അത് നമ്മൾ ആദ്യം എഴുതണം. പിന്നെ തന്നിരിക്കുന്നത് പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, ദാറ്റ് ഇസ് 1 by 4. Now using De Morgan's law, A complement union B complement is A intersection B whole complement, given that it is equal to 1 by 4. That is 1 minus P of A intersection B is equal to 1 by 4. Probability of A complement is 1 minus P of A. Probability of A intersection B complement is 1 minus P of A intersection B equal to 1 by 4. ഈ 1 by 4 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ P of A intersection B ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം, 1 by 4നെ ഇപ്പുറത്തേക്ക് എടുക്കാം. So P of A intersection B is equal to 1 minus 1 by 4 which is equal to 3 by 4. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ. So we have to find P of A into P of B. That's equal to 1 by 2 into 7 by 12 which is 7 by 24 which is not equal to P of A intersection B. P of A intersection B 3 by 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 7 by 24. So P of A into P of B is not equal to P of A intersection B. So A and B are not independent. 11th one, given two independent events A and B such that probability of A is equal to 0.3, probability of B is equal to 0.6. Find probability of A and B. And means intersection. That is probability of A intersection B. Probability of A and not B. Not B is B complement. A and not B is A intersection B complement. Probability of A or B or is union. That is probability of A union B. Probability of neither A nor B. That is A complement intersection B complement. എന്റെ അകത്തും ഉണ്ടാവാൻ പാടില്ല, ബിന്റെ അകത്തും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് എവിടെയാണ് ഉണ്ടാവുക? എ യൂണിയൻ ബിയുടെ
പുറത്താണ്. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിലാണ് അത് ഉണ്ടാവുക. നെയ്തർ എ നോർ ബി മീൻസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. Probability of A is 0.3, probability of B 0.6, given that A and B are independent events. So probability of A intersection B is P of A into P of B, 0.3 into 0.6 is 0.18. So first problem, probability of A and B. A and B is A intersection B, so answer is 0.18. Now second one, probability of A and not B. That is A intersection B complement or probability of A B dash. Since A and B are independent, A and B dash are also independent. So probability of A B dash is equal to probability of A into probability of B dash. Probability of A is 0.3, probability of B dash is 1 minus probability of B, that is 1 minus 0.6, 1 minus 0.6 is 0.4, so answer is 0.12. ഇതിന് വേറൊരു രീതിയിലും ചെയ്യാം. എ ആൻഡ് നോട്ട് ബി, ദാറ്റ് ഇസ് എ മൈനസ് ബി. പ്രോബിലിറ്റി ഓഫ് എ മൈനസ് ബി ഇസ് പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ദാറ്റ് ഇസ് 0.3 മൈനസ് 0.18. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.18 ആണ് കിട്ടിയത്. 0.3 മൈനസ് 0.18 ഇസ് 0.28. ഇതുപോലെയും ചെയ്യാം. Now third one, probability of A or B, that is probability of A union B, which is equal to P of A plus P of B minus P of A intersection B. Values substitute ചെയ്ത് കഴിഞ്ഞാൽ 0.72 എന്ന് കിട്ടും. Now fourth one, probability of neither A nor B, that is A dash intersection B dash. That is probability of A dash B dash. Since A and B are independent, A dash and B dash are also independent. So this is P of A dash into P of B dash. That is P of A dash is 1 minus P of A, P of B dash 1 minus P of B. So answer is 0.28. അപ്പോൾ ഇതിന് വേറൊരു രീതിയിലും ചെയ്യാം. A dash intersection B dash is A union B whole complement. ഡി മോർഗൻസിലോ അപ്ലൈ ചെയ്യണം. A union B whole complement പ്രോബബിലിറ്റി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A union B. A union Bൻ്റെ പ്രോബബിലിറ്റി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.72. So answer is 1 minus 0.72 which is equal to 0.28. ഇതും രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡിലും ഇതുപോലെ ആൻസർ 0.28 തന്നെ കിട്ടും. Now next one, a die is tossed thrice. Find the probability of getting an odd number at least once. ഡൈ 3 പ്രാവശ്യം എറിയുന്നതാണ് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു ഡൈന് 3 പ്രാവശ്യം എറിയുന്നതും 3 ഡൈ ഒന്നിച്ചെറിയുന്നതും രണ്ടും സെയിം എക്സ്പെരിമെൻ്റ് ആണ്. ഏത് ചോദിച്ചു കഴിഞ്ഞാലും സാമ്പിൾ സ്പേസ് സെയിം ആണ്. ഒരു ഡൈ 3 പ്രാവശ്യം എറിയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താ? 1 1 1. 3 ഡൈയിലും 1 ഉണ്ടാകും. 1 1 1 1 1 2 1 1 3 എക്സെട്ര. ഓക്കെ, 1 2 1 1 2 2 എക്സെട്ര. അങ്ങനെ 6 എലമെൻറ്റ്സ് വരും. അതായത് 1 1 1 1 1 2 എക്സെട്ര 6 6 6. ഇതാണ് സാമ്പിൾ സ്പേസ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഇസ് 6 raised to 3 which is equal to 216. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ്. അറ്റ്ലീസ്റ്റ് വൺസ് മീൻസ് 1 or more than 1 times. ഒരു പ്രാവശ്യം ഓഡ് നമ്പർ ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഓഡ് നമ്പർ ഉണ്ടാവാം. ഇവിടെ 3 പ്രാവശ്യമാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഓഡ് നമ്പർ വരുന്ന എല്ലാ എലമെൻറ്റ്സും എടുക്കണം. 2 പ്രാവശ്യം ഓഡ് നമ്പർ വരുന്ന എല്ലാ എലമെൻറ്റ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. 3 പ്രാവശ്യം ഓഡ് നമ്പർ വരുന്ന എല്ലാ എലമെൻറ്റ്സും കൺസിഡർ ചെയ്യണം. അത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണെന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 216 ഔട്ട്കംസ് ഉണ്ട്. അതിൽ നിന്നും ഒരു പ്രാവശ്യം ഓട് വരുന്നത്, 2 പ്രാവശ്യം ഓട് വരുന്നത്, 3 പ്രാവശ്യം ഓട് നമ്പർ വരുന്ന ഔട്ട്കംസിനെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും. ഈ ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 3 നമ്പറും ഈവൻ നമ്പർ ആവണം. 3 നമ്പറും ഈവൻ നമ്പർ ആവണം. ആ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. എ ഡൈ ഈസ് ടോസ്ഡ് ത്രൈസ്. n of s is equal to 6 raised to 3 216. Let A, our event is getting an odd number at least once. ഓക്കെ, ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രാവശ്യം വരും. ഒരു പ്രാവശ്യം വരും, 2 പ്രാവശ്യം ഓഡ് നമ്പർ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാവണം, 3 പ്രാവശ്യം ഓഡ് നമ്പർ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകും. ഇനി നമ്മൾ എടുക്കുന്ന ഇവൻറ്റ് ഇ, ഗെറ്റിംഗ് ഈവൻ നമ്പർ വെൻ എ ഡൈ ഇസ് ത്രോൺ. ഒരു ഡൈ എറിയുമ്പോൾ കിട്ടുന്ന ഈവൻ നമ്പറാണ്. ഓക്കെ,
ഒരു ഡൈ എറിയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഏതാ? സെറ്റ് 1 2 3 4 5 6 ഈസ് ഗെറ്റിംഗ് ഈവൻ നമ്പർ. സോ ഈസ് ഈക്വൽ ടു 2 4 6. പ്രോബിലിറ്റി ഓഫ് ഈസ് n of e by n of s 3/6 ഈക്വൽ ടു 1/2. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ആണ്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇസ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഇൻ ഓൾ ദ 3 ടോസസ്. 3 ടോസിലും ഈവൻ നമ്പർ കിട്ടും. അതാണ് എ കോംപ്ലിമെന്റ്. അതായത് ആദ്യത്തെ ടോസിൽ ഈവൻ നമ്പർ, രണ്ടാമത്തെ ടോസിലും ഈവൻ നമ്പർ, മൂന്നാമത്തെ ടോസിലും ഈവൻ നമ്പർ. അപ്പോൾ നമുക്ക് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഈ എടുത്തത് ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ വെൻ എ ഡൈ ഇസ് ത്രോൺ. ഒരു ഡൈ എറിയുമ്പോൾ കിട്ടുന്ന ഈവൻ നമ്പർ. അപ്പോൾ ആദ്യത്തെ ടോസിൽ ഈവൻ നമ്പർ, രണ്ടാമത്തെ ടോസിൽ ഈവൻ നമ്പർ, മൂന്നാമത്തെ ടോസിൽ ഈവൻ നമ്പർ. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ആദ്യത്തെ ടോസിൽ ഈവൻ നമ്പർ കിട്ടുന്നതും രണ്ടാമത്തെ ടോസിൽ ഈവൻ നമ്പർ കിട്ടുന്നതും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ കാർഡ്സിൻ്റെ പ്രോബ്ലം എടുക്കുന്ന സമയത്ത് ഒരു കാർഡ് എടുത്തു, അത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം എടുത്ത കാർഡിൻ്റെ പ്രോബബിലിറ്റിയും രണ്ടാമതെടുത്ത കാർഡിൻ്റെ പ്രോബബിലിറ്റിയും രണ്ടും മാറും. പക്ഷെ ഡൈയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ആദ്യം നമുക്ക് ഒരു ഈവൻ നമ്പർ 4 എന്ന് പറഞ്ഞ ഈവൻ നമ്പർ കിട്ടി. ആ നമ്പറിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. അതെപ്പോഴും ഡൈയുടെ അകത്ത് തന്നെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഈവൻ നമ്പർ ആദ്യം കിട്ടുന്ന ഈവൻ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. നമ്പേഴ്സിനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. വിതൗട്ട് റീപ്ലേസ്മെൻറ്റ്, വിത്ത് റീപ്ലേസ്മെൻറ്റ്, ആ തമ്മിലെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കോയിൻ എറിയുന്ന സമയത്ത്, ഡൈ എറിയുന്ന സമയത്ത് ആ നമ്പേഴ്സ് അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യത്തെ ഇവൻറ്റും രണ്ടാമത്തെ ഇവൻറ്റും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. പി ഓഫ് ഇ ആൻഡ് പി ഓഫ് ഇ ബൈ ഇ, പി ഓഫ് ഇ ബൈ ഇ ഇ, അതെല്ലാം പി ഓഫ് ഇ തന്നെ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ തിയറം അനുസരിച്ചിട്ട് പി ഓഫ് ഇ ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് ഇ ബൈ ഇ. ആദ്യത്തെ നമ്പർ ഈവൻ, രണ്ടാമത്തെ നമ്പർ ഈവൻ. പ്രോബിലിറ്റി ഓഫ് ഇ ബൈ ഇ ഇ അങ്ങനെയാണ് എഴുതേണ്ടത്. പി ഓഫ് ഇ ബൈ ഇ പി ഓഫ് ഇ തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് ഇ ബൈ ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ. ഓക്കെ, സോ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് ഇ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 which is equal to 1/8. So probability of A complement is 1/8. So what is probability of A? 1 minus 1/8. So probability of A is equal to probability of getting an odd number at least once. ഒരു പ്രാവശ്യം, ഒന്നോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഓഡ് നമ്പർ ഉണ്ടാവണം. ഒരു നമ്പറിൽ ഓഡ് നമ്പർ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകും, 2 നമ്പറിൽ ഓഡ് നമ്പർ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാകും, 3 നമ്പറിലും ഓഡ് നമ്പർ വരുന്ന എലമെൻറ്റ്സ് ഈ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 3 നമ്പറും ഈവൻ നമ്പർ ആവണം. അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ 1/8 ആണ്. സോ 1 minus 1/8, സോ ആൻസർ ഇസ് 7/8. Thirteenth, 2 balls are drawn at random with replacement. ഓക്കെ, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ആ വേർഡ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. ഇപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. വിത്ത് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, വിതൗട്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഇവിടുത്തെ പ്രോബ്ലം എന്താ? വിത്ത് റീപ്ലേസ്മെൻറ്റ്. From a box containing 10 black and 8 red balls. Okay, 10 black and 8 red balls. Find the probability that both balls are red. 2 balls red ആവണം. Second one, first ball is black and second is red. Third one of them black and other is red. ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് 2 ടൈപ്പ് ബോൾസ് ആണ്, റെഡ് ബോൾ ആൻഡ് ബ്ലാക്ക് ബോൾ. 10 black balls and 8 red balls. Black balls 10, red balls 8. Total number of balls 18. Consider the event B such that black ball is drawn, RS red ball is drawn. Probability of B is equal to number of black balls divided by total number of balls, 10/18, which is equal to 5/9. Probability of R is equal to probability of red ball is equal to number of red balls divided by total number of balls, 8/18, which is equal to 4/9. P of B is equal to 5/9. P of R is equal to 4/9. First one, both balls are red. That is probability of first ball is red and second ball is red. That is probability of RR. R, first ball red, second R is second ball is red. Now these events are independent to each other. എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയത്? നമ്മൾ എടുക്കുന്ന ബോൾ തിരിച്ചു വെക്കുന്നുണ്ട്, വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. സോ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. സോ പ്രോബിലിറ്റി ഓഫ് RR is equal to
Probability of RR is equal to probability of R into probability of R, which is equal to 4 by 9 into 4 by 9, 16 by 81. ആദ്യത്തെ റെഡ് ബോൾ എടുത്തു, അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു, മാറ്റമില്ല, സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രോബിലിറ്റി ചേഞ്ച് ആവാത്തത്. സോ ആൻസർ 16 by 81. Now second one, first ball is black and second ball is red. That is probability of BR. Events are independent, so P of B into P of R. P of B is 5 by 9, P of R is 4 by 9, so answer is 20 by 81. Now third one, probability of one of them is black and the other is red. അപ്പോൾ രണ്ട് ടൈപ്പ് ഇവൻറ്റ്സ് വരും, BRും വരാം RBയും വരാം. രണ്ട് ടൈപ്പ് ഔട്ട്കംസ് വരും, ഫസ്റ്റ് ബോൾ ബ്ലാക്ക് സെക്കൻഡ് ബോൾ റെഡ്, or first ball red second ball black, BR and RB. Now the events first ball black second ball red and first ball red second ball black are disjoint sets. Okay, BR RB ഈ രണ്ട് ഇവൻറ്റ്സും ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. കാരണം BR എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉള്ള ഇവൻറ്റിൻ്റെ അകത്ത് RB എന്ന് പറയുന്ന ഒറ്റൊരു എലമെൻറ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് BR എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് സെക്കൻഡ് ബോൾ റെഡ് എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റ് ബോൾ റെഡ് സെക്കൻഡ് ബോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇവൻറ്റ്സിന് എലമെൻറ്റ്സ് കോമൺ ഒന്നുമല്ല. ഈ രണ്ട് ഇവൻറ്റ്സിന് എലമെൻറ്റ്സ് കോമൺ ആയിട്ട് ഉണ്ടാവത്തില്ല. ദീസ് ടു ഇവൻറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. So probability of A union B is P of A plus P of B. ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. If A and B are mutually exclusive, probability of A union B is equal to P of A plus P of B. So this is equal to probability of BR plus probability of RB. Now these two events are independent. So we get probability of B into probability of R plus probability of R into probability of B. That is 2 into probability of B into probability of R. So answer is 2 into 5 by 9 into 4 by 9. So 40 by 81. 14th one, probability of solving a specific problem independently by A and B are 1 by 2 and 1 by 3 respectively. Okay, ഒരു particular problem ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട് A and B. Probability of solving that problem by A is 1 by 2. Probability of solving that problem by B is 1 by 3. If both try to solve the problem independently, events independent ആണ്, find the probability that the problem is solved. ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B ആ പ്രോബ്ലം സോൾവ് ചെയ്തു. സെക്കൻഡ് വൺ, എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം. ഒന്നെങ്കിൽ A മാത്രം അല്ലെങ്കിൽ B മാത്രം പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇവൻറ്റ്. Let A and B denote the event that the problem is solved by A and B respectively. Given probability of A is equal to 1 by 2, probability of B is equal to 1 by 3. Probability of not A, problem is not solved by A is probability of A complement, that is 1 minus P of A, 1 minus 1 by 2 equal to 1 by 2. Probability of not B, that is probability of problem is not solved by B is probability of B complement, that is 1 minus P of B, 1 minus 1 by 3 equal to 2 by 3. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രോബ്ലം ഇസ് സോൾവ്ഡ്. ഒന്നെങ്കിൽ A സോൾവ് ചെയ്യും അല്ലെങ്കിൽ B സോൾവ് ചെയ്യും അല്ലെങ്കിൽ Aയും Bയും രണ്ടാളും സോൾവ് ചെയ്യാം. അപ്പോൾ സെറ്റ് എന്താണ്? ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ബോത്ത് ഓഫ് A ആൻഡ് B, ദാറ്റ് ഇസ് A യൂണിയൻ B. A എന്ന് പറഞ്ഞ സെറ്റ്, B എന്ന് പറഞ്ഞ സെറ്റ്. A യൂണിയൻ B എന്ന് പറയുമ്പോൾ എല്ലാ എലമെൻറ്റ്സും വരും, ഇവിടത്തെയും ഇവിടത്തെയും ഈ മൊത്തം സെറ്റാണ് A യൂണിയൻ B. ഒന്നെങ്കിൽ A സോൾവ് ചെയ്യും അല്ലെങ്കിൽ B സോൾവ് ചെയ്യും അല്ലെങ്കിൽ Aയും Bയും രണ്ടാളും സോൾവ് ചെയ്യാം. So this set is equal to A union B. So probability of problem is solved is probability of A union B. And we know that probability of A union B is equal to P of A plus P of B minus P of A intersection B. And given that A and B are independent events, so probability of A intersection B is equal to P of A into P of B. In values substitute A, 1 by 2 plus 1 by 3 minus 1 by 2 into 1 by 3. So answer is 2 by 3. Now second one, probability of exactly one of them solves the problem. Okay, exactly one, അതായത് A മാത്രം അല്ലെങ്കിൽ B മാത്രം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് ഇത് A മൈനസ് B, ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് B മൈനസ് A. അപ്പോൾ ഈ രണ്ട് സെറ്റിൻ്റെയും പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് സെറ്റും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് A മൈനസ് B യൂണിയൻ B മൈനസ് A is equal to probability of A minus B plus probability of B minus A.
ഇവിടുത്തെ ഈ റീജിയൻ എന്ന് പറയുമ്പോൾ എ മാത്രം സോൾവ് ചെയ്യുന്ന റീജിയൻ, ഇത് ബി മാത്രം സോൾവ് ചെയ്യുന്ന റീജിയൻ. Probability of exactly one of them solves the problem is probability of A minus B plus probability of B minus A. That is probability of A intersection B complement A minus B is equal to A intersection B complement. B minus A is probability of B intersection A complement. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. Probability of A minus probability of A intersection B ഉപയോഗിച്ചും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. Now since A and B are independent, A and B dash are independent. So P of A intersection B dash is P of A into P of B dash. P of B intersection A dash is probability of B into probability of A dash. So 1 by 2 into 1 minus 1 by 3 plus 1 by 3 into 1 minus 1 by 2. So 1 by 2 into 2 by 3. 1 by 2 into 2 by 3 is 2 by 6. 1 divided by 6. So answer is 3 by 6, which is equal to 1 by 2. Now 15th one. One card is drawn at random from a well shuffled deck of 52 cards. In which of the following cases are the events E and F independent? 3 പ്രോബ്ലംസ് ഉണ്ട്. ഈ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഏത് കേസിലാണെന്ന് നോക്കണം. ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് എന്താ? വൺ കാർഡ് ഇസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 cards. First one, the card drawn is a spade. Second one, the card drawn is an ass. Second problem, E such that the card drawn is black, F such that the card drawn is king. Third one, E such that the card drawn is a king or queen, F such that the card drawn is a queen or jack. ഇതൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് പോകാം. There are 4 suits: spades, hearts, diamonds, clubs. ഓക്കെ, ഓരോ സ്യൂട്ടിലും 13 കാർഡ്സ് ആണുള്ളത്. ആസ് ഉണ്ടാകും, പിന്നെ നമ്പർ കാർഡ്സ് 2 to 10 നമ്പർ കാർഡ്സ് 2, 3, 4 എക്സെട്ര 10. പിന്നെ ഇരിക്കുന്നത് ജാക്ക്, ക്വീൻ ആൻഡ് കിങ്. ഓക്കെ, രണ്ട് സ്യൂട്ട്സ് ബ്ലാക്ക് ആണ്, 2 സ്യൂട്ട്സ് റെഡ്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് 26, ടോട്ടൽ നമ്പർ ഓഫ് റെഡ് കാർഡ്സ് 26, ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് കാർഡ്സ് 3 into 4, 12. Total number of kings 4, total number of queen 4, total number of jack 4, total number of ass 4. ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാം. 4 സ്യൂട്ട്സ് ആണ്, അതിൽ വരുന്ന കാർഡ്സ് ഒന്ന് നമ്മൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് വൺ, E such that the card drawn is a spade, F such that the card drawn is an ass. We have to find whether E and F are independent. E and F are independent if probability of E intersection F is equal to P of E into P of F. P of E into P of F is equal to probability of E intersection F ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം E intersection F കണ്ടുപിടിക്കണം. E എന്ന് പറയുന്നത് കാർഡ് ഇസ് എ സ്പേഡ്, F എന്ന് പറയുന്നത് കാർഡ് ഇസ് ആൻ ആസ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ F എന്ന് പറയുമ്പോൾ സ്പേഡും ആയിരിക്കണം ആസും ആയിരിക്കണം. അതായത് സ്പേഡിൽ വരുന്ന ആസ് ആണ്. ഈ ഇന്റർസെക്ഷൻ F എന്ന് പറയുമ്പോൾ കാർഡ് ഡ്രോൺ ഇസ് ആൻ ആസ് ഓഫ് സ്പേഡ്. സ്പേഡ് എന്ന് പറഞ്ഞ സ്യൂട്ടിലെ ആസ് കാർഡാണ് ഈ ഇന്റർസെക്ഷൻ Fൽ വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് E, നൗ ഹിയർ ഈസ് കാർഡ് ഡ്രോൺ ഇസ് എ സ്പേഡ്. Probability of E is equal to number of spade cards divided by total number of cards. There are 13 spade cards. Total number of cards is 52. So 13 by 52, 1 by 4. Probability of F is equal to number of ass cards divided by total number of cards. 4 by 52, 1 by 13. Probability of E intersection F is ass of spade. Spade in the other ass മാത്രമേ ഉള്ളൂ. So n of E intersection F is 1 by 52. So probability of E intersection F is 1 by 52. Now we have to find probability of E into probability of F. 1 by 4 into 1 by 13, which is equal to 1 by 52, which is equal to probability of E intersection F. So E and F are independent. Now second one, E, the card drawn is black. F, the card drawn is a king. ഇപ്പോൾ ഈ ഇന്റർസെക്ഷൻ F എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കണം, കിങ് ആയിരിക്കണം. അതായത് ബ്ലാക്കിൽ വരുന്ന കിങ്സ് ആണ്, ബ്ലാക്ക് കിങ്സ് ആണ്. എത്ര ബ്ലാക്ക് കിങ്സ് ഉണ്ട്? 2 സ്യൂട്ടാണ് ബ്ലാക്ക് സ്യൂട്ടായിട്ട് ഇരിക്കുന്നത്. ഓരോ സ്യൂട്ടിലും ഒരു കിങ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് കിങ്സ് വരുന്നത് 2 ആണ്. 2 ബ്ലാക്ക് കിങ്സ് ആണ് ഉണ്ടാവുക. Probability of E, that is probability of black cards. Total number of black cards divided by total number of cards. 26 by 52, which is equal to 1 by 2. Probability of F, that is number of king cards divided by total number of cards. ഒരു ഡെക്കിൻ്റെ അടുത്ത് 4 കിങ്സ് ആണ്. സോ നമ്പർ ഓഫ് കിങ് കാർഡ്സ് ഇസ് 4. 4 by 52, 1 by 13.
Now probability of E intersection F. E intersection F എന്ന് പറയുമ്പോൾ black inks ആണ്. Total there are 2 black inks. So 2 divided by 52, 1 by 26. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് P of E into P of F. 1 by 2 into 1 by 13, which is 1 by 26, which is equal to probability of E intersection F. So E and F are independent events. Now third one is such that the card drawn is a king or queen. King ആവാം queenും ആവാം. കിങ്ങും ഉണ്ടാവും ക്വീനും ഉണ്ടാകും. F such that the card drawn is a queen or jack. Queen cards ഉണ്ടാകും jack cards ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്താ വരുന്നത്? ക്വീൻ ആണ് വരുന്നത്. സോ ഈ ഇന്റർസെക്ഷൻ എഫ് ഇസ് കാർഡ് ഡ്രോൺ ഇസ് എ ക്വീൻ. പ്രോബിലിറ്റി ഓഫ് ഇ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ കിങ് കാർഡ്സ് ഉണ്ടാകും, 4 ക്വീൻ കാർഡ്സ് ഉണ്ടാകും. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ഇസ് 8 by 52, 2 by 13. പ്രോബിലിറ്റി ഓഫ് എഫ്, ക്വീൻ കാർഡ്സ് ഉണ്ട് ജാക്ക് കാർഡ്സ് ഉണ്ട്. സോ എൻ ഓഫ് എഫ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഇസ് 8 by 52, 2 by 13. Probability of E intersection F. E എന്ന് പറയുമ്പോൾ ക്വീൻ കാർഡ്സ് ആണ്. There are total 4 queen cards. 4 by 52, 1 by 13. Now P of E into P of F is 2 by 13 into 2 by 13, which is 4 by 169, which is not equal to probability of E intersection F. So probability of E intersection F is not equal to P of E into P of F. Therefore E and F are not independent. Now 16th problem. In a hostel, 60% of the students read Hindi newspaper, 40% read English newspaper, and 20% read both Hindi and English newspaper. 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 60 കുട്ടികൾ ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കും, 100-ൽ 40 കുട്ടികൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കും, 100-ൽ 20 കുട്ടികൾ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് രണ്ട് പേപ്പറും വായിക്കുന്ന കുട്ടികളാണ്. A student is selected at random. Find the probability that she reads neither Hindi nor English newspaper. അതായത് നമ്മളിപ്പോൾ ഇവിടുത്തെ ഇവൻറ്റ് ഇയും എച്ചുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നെയ്തർ ഹിന്ദി എന്ന് പറയുമ്പോൾ എച്ച് കോംപ്ലിമെൻറ്റ്, നോർ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇ കോംപ്ലിമെൻറ്റ്. അതായത് ഈ സെറ്റ് വരുന്നത് എച്ച് കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഓർ എച്ച് യൂണിയൻ ഇ ഹോൾ കോംപ്ലിമെൻറ്റ്. ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തതാണ്. എച്ച് യൂണിയൻ ഇ ഹോൾ കോംപ്ലിമെൻറ്റ്, ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാത്ത കുട്ടികൾ. എച്ച് യൂണിയൻ ഇ ഹോൾ കോംപ്ലിമെൻറ്റ്. സെക്കൻഡ് വൺ, ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ. ആ കുട്ടി ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് ഇ ബൈ എച്ച് ആണ്. ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് നമുക്കറിയാം. We have to find probability that she reads English newspaper. Conditional probability ആണ്. Probability of E by H. If she reads English newspaper, find the probability that she reads Hindi newspaper. Given that she reads English newspaper, we have to find the probability of she reads Hindi newspaper. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എച്ച് ബൈ ഇ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് നമുക്കറിയാം. We have to find probability that she reads Hindi newspaper. That is probability of H by E. Let H such that student reads Hindi newspaper and E such that student reads English newspaper. Okay. ഇനി probability of H 60 by 100, 6 by 10, 3 by 5. 100 കുട്ടികളിൽ 40 കുട്ടികളാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. സോ പ്രോബിലിറ്റി ഇസ് 40 by 100, 4 by 10, 2 by 5. പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എച്ച്, രണ്ട് പേപ്പറും വായിക്കുന്ന കുട്ടികൾ 20 കുട്ടികളാണ്. ഓക്കെ, 100-ൽ 20 കുട്ടികൾ. 20% എന്ന് പറയുമ്പോൾ 100-ൽ 20 കുട്ടികൾ. സോ 20 by 100, 2 by 10, 1 by 5. First one, probability of student reads neither Hindi nor English newspaper. That is probability of H dash intersection E dash. By De Morgan's law, that is H union E whole complement. Probability of H union E whole complement is 1 minus probability of H union E. നമുക്ക് ആദ്യം probability of H union E കണ്ടുപിടിക്കാം. P of H union E is equal to P of H plus P of E minus P of H intersection E. Values substitute ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 by 5 എന്ന് കിട്ടും. So probability of H dash intersection E dash is equal to 1 minus 4 by 5, which is equal to 1 by 5. Now second problem, probability of E by H. Conditional probability definition ഉപയോഗിക്കണം. Probability of E by H is equal to probability of E intersection H divided by P of H. 1 by 5 divided by 3 by 5. 5 cancel ചെയ്ത് പോകും. 1 by 3.
probability of H by E, that is equal to probability of E intersection H divided by P of E, 1 by 5 divided by 2 by 5, answer is 1 by 2. Now 17th one, the probability of obtaining an even prime number on each die when a pair of die is rolled is options 0, 1 by 3, 1 by 12, 1 by 36. ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താ? പെയർ ഓഫ് ഡൈസ് ആർ റോൾഡ്, 2 ഡൈസ് നമ്മൾ എറിയുന്നു. അപ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്താ? 1, 1, 1, 2, 1, 3, etc. 6, 6. n of s is equal to 6 square which is equal to 36. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് the probability of obtaining an even prime number on each die. ആദ്യത്തെ ഡൈയിലും ഈവൻ പ്രൈം നമ്പർ കിട്ടണം, രണ്ടാമത്തെ ഡൈയിലും ഈവൻ പ്രൈം നമ്പർ കിട്ടണം. ഏതാ ഈവൻ പ്രൈം നമ്പർ? 2. 2 is the even prime number. ആദ്യത്തെ നമ്പറും 2 ആയിരിക്കണം, രണ്ടാമത്തെ നമ്പറും 2 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇവന്റിന്റെ അകത്തിരിക്കുന്ന എലമെന്റ് 2, 2, ഒറ്റൊരു എലമെന്റ് മാത്രം. Experiment is rolling 2 dice. Sample space is s is equal to set 1, 1, 1, 2, etc. 6, 6. n of s is equal to 36. E getting an even prime number on each die. അതുകൊണ്ട് ഇന്റെ അകത്ത് വരുന്ന എലമെന്റ്സ് 2, 2. Probability of E is equal to n of E by n of s, which is equal to number of elements in E is 1, number of elements in S is 36. So answer is 1 by 36. So answer is option D. 18. Two events A and B will be independent if in the condition നമ്മൾ പറയണം. First one, A and B are mutually exclusive. Second one, probability of A dash B dash is equal to 1 minus P of A into 1 minus P of B. P of A is equal to P of B. D, P of A plus P of B is equal to 1. Since A and B are independent, then we know that A dash and B dash are independent. Probability of A dash intersection B dash is equal to probability of A dash into probability of B dash. Probability of A dash is 1 minus P of A. Probability of B dash is 1 minus P of B. So answer is second one, B. If A and B are independent, then A dash and B dash are independent. So probability of A dash B dash is equal to P of A dash into P of B dash. That is 1 minus P of A into 1 minus P of B. So answer is B. എക്സസൈസ് 13.2 എല്ലാ പ്രോബ്ലംസും നമ്മളിപ്പോൾ സോൾവ് ചെയ്തു. എല്ലാ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.